സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. 1946 ഡിസംബർ 6. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. മഗ്ന കാർട്ട എന്ന ലാറ്റിൻ വാക്കിന്റെ ശരിയായ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? മഗ്ന കാർട്ട എന്ന ലാറ്റിൻ വാക്കിന്റെ ശരിയായ അർത്ഥം വലിയ പ്രമാണം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വലിയ പ്രമാണം എന്നാണ് മഗ്ന കാർട്ട എന്ന ലാറ്റിൻ വാക്കിന്റെ ശരിയായ അർത്ഥം. വലിയ പ്രമാണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ കണ്ടുപിടുത്ത ശേഷിയും ഫലപ്രാപ്തിയും അളക്കുന്ന 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് GII സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38 ആണ്. ഓപ്ഷൻ ബി 38. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നീതിക്കായി ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാനുച്ഛേദം ഏതാണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നീതിക്കായിട്ട് ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226 ആണ്. അനുച്ഛേദം 226 പ്രകാരമാണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തധികാരം എന്നർത്ഥം വരുന്നതും ഒരു പൊതു ഉദ്യോഗം വഹിക്കുന്ന വ്യക്തിയുടെ നിയമപരമായ അവകാശം ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരം നൽകുന്നതുമായ റിട്ട് ഏതാണ്? നിങ്ങൾക്ക് എന്തധികാരം എന്നർത്ഥം വരുന്നതും ഒരു പൊതു ഉദ്യോഗം വഹിക്കുന്ന വ്യക്തിയുടെ നിയമപരമായ അവകാശം ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരം നൽകുന്നതുമായ റിട്ട് ഏതാണ്? കോവറാൻഡോ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോവറാൻഡോ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്? അനുച്ഛേദം 51A ആണ്. അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 51A ആണ്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച്
2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോഹൻലാൽ. കേരളത്തിലെ നഗരവികസനം, നഗരാസൂത്രണം, പ്രാദേശിക ഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട് നടന്ന കേരള അർബൻ കോൺക്ലേവിന് വേദിയായ നഗരം ഏതാണ്? കേരളത്തിലെ നഗരവികസനം, നഗരാസൂത്രണം, പ്രാദേശിക ഭരണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കേരള അർബൻ കോൺക്ലേവിന് വേദിയായ നഗരം ഏത്? കൊച്ചിയാണ്. കൊച്ചി. ഓപ്ഷൻ സി, കൊച്ചി. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ കേരളത്തിലേക്ക് കടത്തിയ കേസ് അന്വേഷിക്കുന്നതിനായി കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ എന്ത് പേരായിരുന്നു? ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ കേരളത്തിലേക്ക് കടത്തിയ കേസ് അന്വേഷിക്കുന്നതിനായിട്ട് കസ്റ്റംസും ED തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ നുംഗോർ എന്നാണ്. ഓപ്പറേഷൻ നുംഗോർ. ക്യാൻസർ ചികിത്സയ്ക്കായി എൻഡ്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമേത്? എൻഡ്രോമിക്സ്. ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് എൻഡ്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യമേതാണ്? റഷ്യയാണ്. റഷ്യ. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? പത്മപ്രഭ സാഹിത്യ പുരസ്കാരം 2025 ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത്. ആലങ്കോട് ലീലാകൃഷ്ണൻ. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ആചരിക്കുന്ന ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്ന ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം. ഒഴുകാതെ ഒരു പുഴ എന്ന ശ്രദ്ധേയമായ നോവൽ രചിച്ച സാഹിത്യകാരി ആരാണ്? ഒഴുകാതെ ഒരു പുഴ എന്ന ശ്രദ്ധേയമായ നോവൽ രചിച്ച സാഹിത്യകാരി ചന്ദ്രമതിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചന്ദ്രമതി. വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ എല്ലാ വർഷവും ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത് എന്നാണ്. വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ എല്ലാ വർഷവും ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നു. സെപ്റ്റംബർ 27. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നീതിക്കായി ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സുപ്രീം കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്നത് അനുച്ഛേദം 32 അനുച്ഛേദം 32. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വിഭജനത്തിന്റെ ഫലമായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയായിട്ട് പുനഃസംഘടിപ്പിച്ചു? 299. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 299. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നപ്പോൾ അംഗസംഖ്യ എത്രയായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. പിന്നത്തെ ക്ലാസ്സിലെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നപ്പോൾ അംഗസംഖ്യ എത്രയായിരുന്നു? ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മെലാനിൻ. വിന്ധ്യ പർവ്വതത്തിന് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. വിന്ധ്യ പർവ്വതത്തിന് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സാത്പുര പർവ്വതനിര. ഓപ്ഷൻ സി ആണ് ഉത്തരം, സാത്പുര പർവ്വതനിര. ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നവയിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം ബാധിക്കുന്നത്
കാർബൺ ചക്രത്തെയാണ്. കാർബൺ ചക്രത്തെ, ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം കാർബൺ ചക്രത്തെ ബാധിക്കുന്നു. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. പ്രകാശ സംശ്ലേഷണ അവയവം എന്നറിയപ്പെടുന്നത്, പ്രകാശ സംശ്ലേഷണ അവയവം എന്നറിയപ്പെടുന്നത് ഇലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇല. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു. ഓപ്ഷൻ ബി, ചർക്ക. താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി നിലവിൽ വന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായിട്ട് നിലവിൽ വന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആസാമീസ് ഭാഷയിലെ സാഹിത്യകാരനാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ബംഗാളി ഭാഷയിലെ സാഹിത്യകാരനാണ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഒരു മറാഠി സാഹിത്യകാരനാണ്. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നിവ ശരിയാണ്. 3, 4 എന്നിവ ശരിയാണ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ്. ശരിയാണ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ്. ശരിയാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഒരു മറാഠി സാഹിത്യകാരനാണ്. ശരിയാണ്. 3ഉം 4ഉം ശരിയാണ്. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആസാമീസ് ഭാഷ പറഞ്ഞിരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏതാണ്? ബംഗാളി ഭാഷയിലെ സാഹിത്യകാരനാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അൽതാഫ് ഹുസൈൻ ഹാലി ബംഗാളി ഭാഷയിലെ സാഹിത്യകാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലെ സാഹിത്യകാരനാണ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷ, വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാഠി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് ആര്? ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് ആരാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്ന് അറിയപ്പെട്ടത്. കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത് ഖിലാഫത്ത് പ്രസ്ഥാനം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ച രാഷ്ട്രീയ നേതാവ് ആര്? ഇന്ത്യ ഇൻ ഡിസ്ട്രസ് ആരുടേതാണ്? മമതാ ബാനർജിയുടെ കൃതിയാണ് ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്നത്. മമതാ ബാനർജി. 2022 ജൂലൈയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 2022 ജൂലൈയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ സമുദ്ര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സമുദ്ര സംരക്ഷണം. താഴെ കൊടുത്തവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്?
തന്നിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്. ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലാണ്. ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ തന്നിരിക്കുന്നു. ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ചെനാബ് പാലം ചെനാബ് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ചെനാബാണ്. ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ശരിയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? കരിമ്പാണ്. കരിമ്പ്. നാണ്യവിള. ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭരണഘടനയുടെ 61-ാമത്തെ ഭേദഗതി വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി മാറ്റിയത്. അപ്പൊ വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി മാറ്റിയ ഭേദഗതി ഏതാണ്? 61-ാമത്തെ ഭേദഗതിയാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അശ്വമേധം. കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി. അടുത്ത ചോദ്യം, അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത് എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നു താപ്തി, ഗോദാവരി, നർമ്മദ, കാവേരി. അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവ. 1, 3 എന്നിവ. താപ്തി നദി, നർമ്മദ നദി എന്നിവ എന്തെയാണ്? അറബിക്കടലിൽ പതിക്കുന്നു. ഗോദാവരി, കാവേരി നദികൾ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഗോദാവരിയും കാവേരിയും പതിക്കുന്നത്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നത് ഏത് കൊടുമുടിയാണ്? മൗണ്ട് K2 ആണ്. മൗണ്ട് K2 ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് അറിയപ്പെടുന്നത്. മൗണ്ട് K2. താപനില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വം എന്ത് സംഭവിക്കുന്നു? താപനില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്? ലേയത്വം കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്നു. കലാമിൻ എന്ന അയിരിന്റെ രാസസൂത്രം. കലാമിൻ. കലാമിൻ ഏതാണ്? ZnCO3 ആണ്. ZnCO3. ZnCO3. കലാമിൻ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് തിരൂർ ബേപ്പൂർ റൂട്ടിലാണ്. തിരൂർ ബേപ്പൂർ റൂട്ടിലാണ്. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഭവനരഹിതർക്ക് ഭവനം. ലൈഫ് പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലൈഫ് പദ്ധതി. വീട്ടുവളപ്പിൽ തന്നെ ചന്ദനം, ഈട്ടി, തേക്ക് എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? വീട്ടുവളപ്പിൽ തന്നെ ചന്ദനം, ഈട്ടി, തേക്ക്. ഗോൾഡൻ ട്രിനിറ്റി ആണ്. ഗോൾഡൻ ട്രിനിറ്റി. പദ്ധതിയുടെ പേര് ഗോൾഡൻ ട്രിനിറ്റി. ഏതൊക്കെ മരങ്ങളാണ്? ചന്ദനം, ഈട്ടി, തേക്ക് എന്നിവ. പദ്ധതിയുടെ പേര് ഗോൾഡൻ ട്രിനിറ്റി. സ്നെല്ലൻ ചാർട്ട് എന്ത് കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കാൻ സഹായിക്കുന്നു? സ്നെല്ലൻ ചാർട്ട് കാഴ്ചയാണ്. കാഴ്ച. അവസാനത്തെ ചോദ്യമാണ്, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ എന്നാണ്. ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.